ഇന്നുവിധ കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടമാണ്. കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. മണ്ണാത്തി ഏറ്റ് മലയുടെ ഒരു ഭാഗമാകെ ഇടിഞ്ഞ് താഴേക്ക് വരികയായിരുന്നു. താഴ്വാരത്ത് താമസിക്കുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനാണ് തീരുമാനം. ഈ മഴക്കാലത്ത് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ട്. കനത്ത കാറ്റുണ്ട്. അതിനിടയിലാണ് മണ്ണിടിച്ചിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ കാണുന്ന ദൃശ്യങ്ങൾ കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായ സ്ഥലമാണ്. മണ്ണാത്തിയേറ്റ് മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വരികയായിരുന്നു. ഇപ്പോഴും അപകടകരമായ സ്ഥിതി തുടരുന്നുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി കട്ടിപ്പാറ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ മണ്ണാത്തിയേറ്റ് മലയിൽ നിന്നും വലിയ മലയിടിഞ്ഞ് ജനങ്ങൾക്ക് ഭീഷണി, ഏകദേശം 17ഓളം വീടുകൾക്ക് ഭീഷണിയായി മലയിടിഞ്ഞ് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പം കുറച്ചു മുമ്പ് തഹസിൽദാരടക്കമുള്ള ആളുകൾ, ജില്ലയിൽ നിന്നുള്ള ആളുകൾ, പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ, ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ, നാട്ടുകാരടക്കമുള്ള ആളുകൾ രണ്ടാമതും സൈറ്റിൽ സന്ദർശിച്ച സമയത്ത് പിന്നെയും ആ കല്ലുകൾ താഴേക്ക് വരാൻ സാധ്യതയുണ്ടെന്നും പിന്നെയും ഭീഷണി നിൽക്കുകയാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എത്രയും പെട്ടെന്ന് വരുന്ന ആളുകളെ മാറ്റാൻ വേണ്ടിയിട്ട് ഫയർഫോഴ്സിൻ്റെ ആളുകളും വാർഡ് മെമ്പർ കൂടി വീടുകളിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പം ഇന്ത്യാസ് കരിയുമാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇന്ത്യാസ്, മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? എത്ര കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്? അവരെ മാറ്റിപ്പാർപ്പിച്ചോ? രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയുടെ മലയോര പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും അണമുറിയാതെ തന്നെ പെയ്യുന്നു എന്ന് വേണം നമ്മൾ കാണാൻ. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ താമരശ്ശേരി ഭാഗത്തേക്ക് പോകുമ്പോൾ കട്ടിപ്പാറയിലാണ് ഈ രീതിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായത്. അവിടെ മണ്ണാത്തിയേറ്റ് മലയുടെ ഒരു ഭാഗം ഇടിയുകയായിരുന്നു. ഇത് ഇടിഞ്ഞതിനെ തുടർന്നാണ് ആ രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത്. കൂറ്റൻ കല്ലുകൾ താഴേക്ക് പതിച്ചിട്ടുണ്ട്. എന്നാൽ മലയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ അടർന്നു വീണിരിക്കുന്നത് എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം. തഹസിൽദാർ അടക്കമുള്ളവർ അവിടെ പരിശോധനയും നടത്തിയിട്ടുണ്ട്. ഈ മലയുടെ താഴ്വാരത്തായിട്ട് 17 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഈ 17 കുടുംബങ്ങളെ മറ്റു ബന്ധുവീടുകളിലേക്കോ അതല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്ക് പോകാൻ കഴിയാത്തവർക്ക് പ്രത്യേകം ക്യാമ്പ് ഒരുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് അവിടെ ഇന്ന് ഉച്ചയോടെ തന്നെ യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വൈകിട്ടോടു കൂടി മുഴുവൻ ആളുകളെയും മാറ്റുകയും ചെയ്യും. പക്ഷേ ഒരു ആശങ്കയായി നിലനിൽക്കുന്നത് ഈ അടർന്നു വീണ സ്ഥലത്തിന്റെ തൊട്ടു മുകളിലായിട്ട് ചെറിയ എപ്പോൾ വേണമെങ്കിലും വീഴാമെന്ന സ്ഥിതിയിൽ ചെറിയ പാറക്കഷ്ണങ്ങളുണ്ട്. ഒരു പക്ഷേ അത് വീണ് കഴിഞ്ഞാൽ ഒരു പക്ഷേ മറ്റ് താഴ്വാരത്തുള്ള വീടുകൾക്ക് ഒരു പക്ഷേ അപകടങ്ങൾ ഉണ്ടായേക്കാം എന്നൊരു ആശങ്കയാണ് നാട്ടുകാരെല്ലാം പറയുന്ന ഒരു കാര്യം. എന്തായാലും ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്നാണ് താമരശ്ശേരിയിലെ തഹസിൽദാർ അടക്കം പഞ്ചായത്ത് അടക്കമുള്ളവർ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ കോഴിക്കോട് വിലങ്ങാട്ടേക്ക് വരുമ്പോൾ അവിടെ ഇന്ന് മിന്നൽ ചുഴലിയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വൈദ്യുതിയൊക്കെ ഒരുപാട് നേരം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതെല്ലാം KCB അധികൃതർ വന്ന് ശരിയാക്കിയെടുക്കുകയാണ്. കുറ്റ്യാടി ചുരത്തിലേക്ക് വരുമ്പോൾ കുറ്റ്യാടി ചുരത്തിലെ 1-ാം വളവിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏറെ നേരം പണിപ്പെട്ടതിന് ശേഷമാണ് മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി അവിടെ വീണ്ടും ഗതാഗത യോഗ്യമാക്കിയിട്ടുള്ളത്. കോഴിക്കോട് തൂണേരി പഞ്ചായത്തിലെ കോടഞ്ചേരിയിലേക്ക് വരുമ്പോൾ കോടഞ്ചേരിയിലും ചില മഴ കാരണം ചില നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശോഭ എന്ന സ്ത്രീയുടെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. തൊട്ടടുത്തുള്ള കൃഷിയടക്കം നശിച്ച നിലയിലാണുള്ളത്. കോഴിക്കോട് ജില്ലയിൽ മഴയോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള വീശിയടിക്കുന്ന കാറ്റുമുണ്ട്. അതും ഒരു വലിയ ആശങ്കയായി തുടരുകയാണ്.